താങ്ങി നടത്തും കൂടെ എന്നുമെൻ മൽപ്രാണനാഥൻ. ജയോത്സവമായി കൈമാടി മുന്നിൽ നടന്നുകൊണ്ട് പാതയിതന്നോതും ഇമ്പസ്വരം. മറ്റെല്ലാവരിൽ സമുന്നതനായി പരിപാലിക്കും സുഭദ്രമായി. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 37 സങ്കീർത്തനം അതിൻ്റെ 12 മുതലുള്ള വചനഭാഗങ്ങളെ നമുക്ക് വായിക്കാം. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കിച്ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാൾ ഊരി വില്ല് കുലച്ചിരിക്കുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ഇവിടെ വചനഭാഗത്തെ നമ്മൾ കേൾക്കുമ്പോൾ ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. അതെ, എത്ര സത്യവാദി മക്കളെ. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിലൊക്കെ ആശ്രയിച്ച് ജീവിച്ചു പോകുമ്പോൾ ദുഷ്ടൻ എന്താ ചെയ്യുന്നത്? അവനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. നീതിമാൻ അറിയുന്നില്ല, വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നവരാരും തനിക്കെതിരായി ഒരു ദോഷം വരുമെന്നോ തനിക്കെതിരായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നമ്മളെ വചനം കേൾപ്പിക്കുന്നു. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതല് നമ്മളറിയാത്ത പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒക്കെയായിട്ട് നമുക്കെതിരായിട്ട് കടന്നു വരുമ്പോഴേ ഈ ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രത്യാശയുള്ളവരായി അവങ്കലേക്ക് നോക്കിക്കൊണ്ട് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സങ്കീർത്തന ഭാഗങ്ങളിൽ കേൾക്കുന്ന പോലെ അവങ്കലേക്ക് നോക്കിയാൽ ആരും ഒരു നാള് ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറെയുണ്ട്. അതിൻ്റെയൊക്കെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നോർത്താൽ മതി, ദൈവമക്കളെ, കരം പിടിച്ച് നടത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. വചനം നമ്മളെ കേൾപ്പിക്കുന്ന എളിയവനെയും ദരിദ്രനെയും വീഴിപ്പാനും സന്മാർഗികളെ കൊല്ലുവാനും ദുഷ്ടന്മാർ വാൾ ഒരു വില്ല് കുലച്ചിരിക്കുന്നു. അതെ, ഒരു നീതിമാനെതിരായി പതിയിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഏറെ പേരുടെ നടുവിൽ നമ്മൾ അവരിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ, പ്രശ്നങ്ങളെ നോക്കിയാൽ, പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയാൽ, കേൾക്കുന്ന നിന്ദയെ നോക്കിയാൽ നമുക്കൊന്നും ദൈവത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. കർത്താവിന് വേണ്ടി ഇറങ്ങിയ മക്കളെ, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരെ, കർത്താവിന് വേണ്ടിയിട്ട് തന്നെ സമർപ്പിച്ച ദൈവമക്കളെ, പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്കെതിരായിട്ട് ഏറ്റവും അധികം കടന്നു വരുമ്പോഴും ഒന്നോർത്തോളുക, എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കരങ്ങളിലാണ് നമ്മളിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മളെ വഴി നടത്തുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നെന്ന് പറഞ്ഞുകൊണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ആത്മാവിൽ നമ്മളെ തളർന്നു പോകാതെ ബലപ്പെടുത്തി നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിന് വേണ്ടി ജീവിക്കുക. വചനം നമ്മൾ നോക്കിയാൽ, ദുഷ്ടന്മാരെ കുറിച്ച് നോക്കിയാൽ അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കുമെന്നാണ് വചനം. സത്യമാണ് ദൈവമക്കളെ. അപ്പോൾ വാള് കണ്ടും പേടിക്കണ്ട, എതിർത്ത് വരുന്നവരുടെ ദുഷ്പ്രവൃത്തി കണ്ടും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വിളിച്ച് വേർതിരിച്ച് ദൈവം വിശ്വസ്തനാണ്, വഴിക്കെട്ടിട്ട് പോകത്തില്ല. ഒരുപക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതിന് സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. തളരണ്ട മക്കളെ, തളരരുത്. നിങ്ങൾ വിശ്വാസത്തോടെ വിനയത്തോടെ ദൈവേൽപ്പിച്ചത് ചെയ്തുകൊണ്ടും ദൈവത്തിൽ പ്രത്യാശമുള്ള മക്കളായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുക. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. തളർന്നു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നാന്റെ സ്വർഗീയ നല്ല ദൈവമേ, തിരുവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം അയച്ച് ബലപ്പെടുത്തുന്ന നല്ല ദൈവമേ, കർത്താവെ, നിന്റെ മക്കളുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ ദൈവം അറിയുന്നല്ലോ. കർത്താവെ, ഓരോ നിമിഷവും പിന്നാലെ വരുന്ന ശത്രുക്കൾ നിമിത്തം ഓരോ ദിവസവും അനുഭവിക്കുന്ന സങ്കടങ്ങളും വേദനകളും ജീവിതത്തിൻ്റെ ഏറ്റെടുക്കുന്ന പരാജയങ്ങളും എല്ലാം അളവില്ലാത്തവണ്ണം കർത്താവെ കഷ്ടം അനുഭവിക്കുമ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കണേ. വചനം വായിച്ച് ദൈവമേ അങ്ങ് ബലപ്പെടുത്തുന്നുണ്ടല്ലോപ്പാ. ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ മക്കൾക്ക് വേണ്ട സകല നന്മകളും തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ മുമ്പാകെ മേശൊരുക്കുന്ന പൊന്നു കർത്താവെ, അവിടുത്തെ നാമമഹത്വത്തിന് നിന്റെ മക്കളെ ദൈവം സഹായിക്കണം.
എൻ്റെ കർത്താവേ, എൻ്റെ മക്കൾ അനുഭവിക്കുന്ന മഹാപ്രശ്നത്തിൽ നിന്ന് വലിയൊരു വിടുതൽ നിൻ്റെ മക്കൾ പ്രാപിപ്പാൻ ദൈവം ഇടയാക്കണേ. വീടിനകത്തും പുറത്തും നിൻ്റെ മക്കളുടെ ജോലി മേഖലയിലും ദാമ്പത്യ ജീവിതത്തിലും കർത്താവെ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതഗണങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. യേശുവേ സ്തോത്രം.